എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റെഡ്മിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു TWS ആണ് ഇയർബഡ്സ് 3 Pro എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് റെഡ്മി ഇയർബഡ്സ് 3 Proയുടെ കുറച്ച് വിശേഷങ്ങളാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ബോക്സ് നോക്കുവാണെങ്കിൽ ഏറ്റവും മുന്നിലായിട്ട് റെഡ്മി ഇയർബഡ്സ് 3 Pro എന്നും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ അവരുടെ ഹൈലൈറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ വീഡിയോയിൽ പൂർണ്ണമായും ഞാൻ പറയുന്നതുകൊണ്ട് തന്നെ ഇപ്പം അങ്ങോട്ട് പറയുന്നില്ല. ഏറ്റവും അടിയിലായിട്ട് നമ്മുടെ ആ ഒരു ഇയർബഡിൻ്റെ ഫോട്ടോയും കാണാൻ സാധിക്കും. രണ്ട് സൈഡിലായിട്ട് റെഡ്മി ഇയർബഡ്സ് 3 Pro റെഡ്മി ബൈ ഷവോമി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിറകിലായിട്ട് മന്ത് ആൻഡ് ഇയർ ഓഫ് മാനുഫാക്ചറിങ്ങും അതുപോലെ തന്നെ മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് നോക്കുകയാണെങ്കിലും ജൂലൈ 2021 ആണ്. മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 5999 രൂപയാണ്. എന്നാൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് 2999 രൂപയ്ക്കാണ് ഒരു ഓഫർ റേറ്റിൽ കിട്ടുന്നത്. ബ്ലൂ, പിങ്ക്, വൈറ്റ് എന്നിങ്ങനെ 3 കളേഴ്സിലാണ്. ഏതെടുത്താലും നമുക്ക് 2999 രൂപ തന്നെയാണ്. എന്നാൽ ഈ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ആയി ഒരു 24 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് 3499 ഈ ഒരു പ്രൈസ് റേഞ്ച് മാറുന്നത് കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഓഫർ റേറ്റ് എന്നുള്ള രീതിക്ക് 2999 തന്നെ വന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു മേ ബി ഈ ഒരു പ്രോഡക്റ്റ് ഇനി നമുക്ക് കാണാൻ പോകുന്നത് 2999 തന്നെയാണ്. എന്നാൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഓഫർ റേറ്റ് എന്നുള്ള രീതിക്ക് 2999 കുറച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ലഭ്യമാകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കുവാണെങ്കിൽ എന്തായാലും വളരെ ചെറിയൊരു ബോക്സ് ആണ്. അതാണ് ഏറ്റവും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കാരണം നമ്മുടെ റെഡ്മിയുടെ ഹൈറസ് ഇയർബഡ് ഉണ്ടല്ലോ, വയർലെസ്, 399 രൂപ മാത്രമേ ഉള്ളൂ അതിൻ്റെ വില എന്ന് പറയുന്നത്. അതിൻ്റെ അത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു ബോക്സിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു യൂസർ ഗൈഡും കൂടാതെ 2 ഡിഫറെൻറ്റ് സൈസസിലുള്ള സിലിക്കൺ ടിപ്സുകളുമാണ്. അല്ലാണ്ട് ദേ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് ഇവിടെ ഇരിപ്പുണ്ടെന്നുള്ളതാണ്. എന്തായാലും ഇതിൽ എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ടൈപ്പ് സി കേബിൾ ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. ടൈപ്പ് സി പോർട്ടാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മിനി കേബിൾ ഇതിൻ്റെ കൂടെ ലഭ്യമാകേണ്ടതാണ്. എന്നാൽ ഇവിടെ അത് കാണാനില്ല എന്നുള്ളതാണ്. 2999 ആപ്പിളിന് പഠിക്കുവാണെന്ന് ചെറിയ സംശയമുണ്ട്. ഇത്രയും പൈസ കൊടുത്തിട്ട് നമ്മൾ 1000 രൂപയ്ക്ക് അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് ഉള്ളിൽ വാങ്ങിക്കുന്നതിന് പോലും ആ ഒരു മിനി കേബിൾ ഉണ്ടെന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു മൈക്രോ USB പോർട്ട് ചാർജ് ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മൊബൈൽ ഫോൺ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റിന് വേണ്ടി ടൈപ്പ് സി കേബിൾ നിങ്ങൾ വാങ്ങിക്കേണ്ടിയിരിക്കുന്നു. മേ ബി അതിന് 150-200 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഫിസിക്കലി നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ ഏറ്റവും മുന്നിലായിട്ട് റെഡ്മി എന്ന് എഴുതിയിട്ടുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ബ്ലൂ കളറാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഡാർക്ക് ബ്ലൂ കളറോട് കൂടിയിട്ടാണ് ഒരു മാറ്റ് ഫിനിഷ്ഡ് കേസിലാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ലഭ്യമാകുന്നു എന്നുള്ളത്. പ്രീമിയം ടച്ച് തന്നെയാണ് കേട്ടോ. ഈ ഒരു ബോക്സ് കണ്ടാൽ തന്നെ അല്ലെങ്കിൽ ആ പിടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. ഏറ്റവും മുന്നിലായിട്ട് നമുക്ക് ഈ ഒരു LED ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കും. ഏറ്റവും പുറകിലായിട്ട് ആ ഒരു ടൈപ്പ് സി പോർട്ട് കാണാൻ സാധിക്കും. ഏറ്റവും അടിയിലായിട്ട് റെഡ്മി ഇയർബഡ്സ് 3 Pro അതുപോലെ തന്നെ ആ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഒക്കെ തന്നെ ആ ഒരു വാല്യൂ ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവെ നമുക്ക് ഫിസിക്കലി ഈ ഒരു കേസിൽ നോക്കിയാൽ കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. കേസിനെ കുറിച്ച് കൂടുതൽ പറയുവാണെങ്കിൽ 600 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഈ ഒരു കേസിൽ നിന്ന് നമുക്ക് 30 മണിക്കൂറാണ് ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകുന്നത്. ഈ ഒരു 600 mAh ജസ്റ്റ് 3 മണിക്കൂർ ചാർജ് ചെയ്താൽ ആ ഒരു 100% എത്തുന്നതാണ്. കൂടാതെ ഇയർബഡുകളുടെ MAH നോക്കുവാണെങ്കിൽ 43 mAh ആണ്. ഈ ഒരു ഇയർബഡ് ചാർജ് ആകാനായിട്ട് 1.5 മണിക്കൂറും കൂടാതെ ഇയർബഡിൽ നിന്നും ഒരൊറ്റ ചാർജിൽ 7 മണിക്കൂർ പ്ലേ ബാക്ക് ടൈം ലഭ്യമാകും എന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നമ്മളിത് യൂസ് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ 50% ആ ഒരു സൗണ്ടിൽ കേട്ടാൽ മാത്രമേ ഇതുപോലെയൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 7 എന്നൊക്കെ പറയുന്നത് 5ലേക്കും 6ലേക്കൊക്കെ വരും എന്നുള്ളതാണ്. ഇനി ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റികൾ തന്നെയാണ്. എന്നാൽ ഭയങ്കര ഒരു സ്ട്രോങ് അല്ലാത്ത ഫീൽ എനിക്ക് ഈ ഒരു കേസിൽ കിട്ടുന്നു എന്നുള്ളതാണ്. എന്നാലും കുഴപ്പമില്ല. അതേ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഇയർബഡുകളോട് ഇരിപ്പുണ്ട്. അതിലൊക്കെ സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു നമ്മുടെ ആ ഒരു ടച്ച് കൺട്രോളിൻ്റെ ഭാഗത്തായിട്ട് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ അതേ നമ്മുടെ ഇയർബഡുകൾ ഉണ്ടോ ബ്ലൂ ലൈറ്റ് കത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസ് സെർച്ച് ചെയ്യുവാണ് ഇത് പെയർ ചെയ്യാനായിട്ട്. അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. മാനുവലി നമുക്ക് എന്തായാലും ഇത് ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ്. ഇനി ഇയർബഡുകളെ കുറിച്ച് കൂടുതൽ പറയുവാണെങ്കിൽ ക്വാൾകോമിൻ്റെ QCC3040 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആണ് ഈ ഒരു പ്രോഡക്റ്റിന് കൂടെ നമുക്ക് ലഭ്യമാകുന്നത്. അതേപോലെ തന്നെ ക്വാൾകോമിൻ്റെ ആപ്റ്റെക്സ് അഡാപ്റ്റീവ് ഓഡിയോ കോഡക്കും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ ലഭ്യമാണെന്നുള്ളതാണ്. കൂടാതെ ഡൈനാമിക് പ്ലസ് ആർമേച്ചർ ഡ്യുവൽ ഡ്രൈവ്
ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ രണ്ട് പ്രോഡക്റ്റുകളും നമുക്ക് ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ മ്യൂസിക്കിൽ എന്താ പറയുക, ഒരു കോംപ്രമൈസും അവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു മ്യൂസിക്കിൻ്റെ ആ ഒരു ഔട്ട്പുട്ട് ലഭ്യമാകും എന്നുള്ളതാണ്. എന്തായാലും ഒരു മ്യൂസിക് ക്വാളിറ്റി, മൈക്ക് ക്വാളിറ്റി പറയുന്ന സമയത്ത് ഞാൻ ബാക്കി കാര്യങ്ങൾ നല്ല രീതിക്ക് തന്നെ പറഞ്ഞുതരാം. ഫിസിക്കലി നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് കാണാവുന്ന ഭാഗം എന്ന് പറഞ്ഞ ഒരു ഗ്ലോസി ഫിനിഷ്ഡ് ആണ്. എന്നാൽ ബാക്കി ഫുള്ള് ആ ഒരു മാറ്റ് ഫിനിഷ്ഡ് കളറോട് കൂടിയിട്ടുണ്ട്. അതൊരു ഡ്യുവൽ ടോണോട് കൂടിയിട്ടാണ് ഈ ഒരു രണ്ട് ഇയർബഡുകളും നമുക്ക് ലഭ്യമാകുന്നത്. ഏറ്റവും മുകളിലാണ് നമ്മുടെ ആ ഒരു LED ഇൻഡിക്കേറ്റർ ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ടച്ച് കൺട്രോൾ ഈ ഒരു ഗ്ലോസി ഭാഗത്താണ്. അതേപോലെ തന്നെ ഒരു മൈക്കും നമുക്കിവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ പിറകിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ രണ്ട് ഒരു സെൻസേഴ്സ് കാണാൻ സാധിക്കും. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് ഇൻ ഇയർ ഡിറ്റക്ഷൻ ഇതിനകത്തുണ്ട്. അതായത് നമ്മൾ ചെവിയിൽ ഇതേ ഇങ്ങനെ വെച്ചിട്ട് ഒരു പാട്ട് പ്ലേ ചെയ്തെന്ന് വെച്ചോളൂ. അതിനുശേഷം നമ്മളിങ്ങനെ ചെവിയിൽ നിന്ന് ഊരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഒരു പാട്ട് പോസ് ആവും. അതിനുശേഷം വീണ്ടും ദേ ഇങ്ങനെ ചെവിയിൽ വെക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി പാട്ട് പ്ലേ ആവും. മാനുവലി നമ്മൾ ടച്ച് ഓർ പോസ് ചെയ്യേണ്ട എന്നുള്ളതാണ് ഈ ഒരു സ്മാർട്ട് ഇൻ ഇയർ ഡിറ്റക്ഷൻ ഉള്ളതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. എന്തായാലും ഇതുപോലുള്ള കുറേ അഡ്വാൻറ്റേജസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് 2999 രൂപയ്ക്ക് ഇത് വാങ്ങിച്ചാലും വർത്ത് ബൈയിങ് ആണ് എന്നുള്ളതാണ്. വെറും 4.6 ഗ്രാം മാത്രമാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ചെവിയിൽ ഇതേ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കും. അതിലൊന്നും വേറെ യാതൊരുവിധ സംശയവും ഇല്ല കേട്ടോ. നമ്മൾ എത്ര ഇനിയിട്ട് കുലിക്കാലും വേറെ ഒരു കുഴപ്പമില്ല. നമ്മൾ എത്ര ഇട്ടാക്കിയാലും ഇത് അവിടെ തന്നെ ഇരിക്കും എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ചെവിയിൽ അങ്ങ് വെക്കുമ്പോഴത്തേക്ക് ഒരു 50 അല്ലെങ്കിൽ 60% നോയ്സസ് എന്ന് പറയുന്നത്, പുറത്തുള്ള നോയ്സസ് കട്ട് ഓഫ് ആവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റും യൂസ് ചെയ്തുകൊണ്ട് ജോഗിങ്ങിന് പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, റിസ്ക് ആണെന്നുള്ളതാണ്. എന്നാൽ വീട്ടിനകത്തിരുന്നിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പാട്ട് കേൾത്താൽ വേറെ ഒരു കുഴപ്പവും ഇല്ല. ഇനി ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.2 ആണ്. അതേപോലെ തന്നെ ആ ഒരു ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. ഈ IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷനും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിന് കൂടുതൽ ലഭ്യമാകും എന്നുള്ളതാണ്. അതേപോലെ തന്നെ 86 ms ലോ ലേറ്റൻസി നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ നിങ്ങളൊരു ഗെയിം കളിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ഗെയിമിങ്ങിന് വേണ്ടി വാങ്ങിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് എന്താ പറയുക പെർഫെക്റ്റ് ആണെന്നുള്ളതാണ്. എന്നാൽ ഇവർ തന്നെ പല സ്ഥലങ്ങളിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ കയ്യിലിരിക്കുന്ന ഡിവൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഒരു 86 ms ആ ഒരു ലോ ലേറ്റൻസി നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു അത്യാവശ്യം നല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ ആണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കളിക്കാൻ സാധിക്കും. എന്നാൽ കുറച്ചൊരു ഓൾഡ് ആയിട്ടുള്ളൊരു ഫോൺ ആണെങ്കിൽ നമുക്ക് ചെറിയ ഒരു ലേറ്റൻസി ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് ആ ഒരു ഗെയിം മോഡ് ഓണും ഓഫും നമുക്ക് ഇല്ല എന്നുള്ളതാണ്. മാനുവലി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, എന്നാൽ ഓട്ടോമാറ്റിക്കലി അത് അങ്ങോട്ട് മാറും എന്നുള്ളതാണ്. ഇനി ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഡബിൾ ടാപ്പിൽ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനൊക്കെ സാധിക്കും. അതേപോലെ തന്നെ ഡബിൾ ടാപ്പ് നമ്മൾ ലെഫ്റ്റിൽ ചെയ്യുവാണെങ്കിൽ വോയിസ് അസിസ്റ്റൻസ് വർക്കാവും. കൂടാതെ ഒരു കോളിൽ നമ്മൾ നിൽക്കുവാണെങ്കിൽ അടുത്തൊരു കോൾ വരുവാണ്. ഡബിൾ ടാപ്പ് ഈ ഒരു ലെഫ്റ്റിൽ ചെയ്യുവാണെങ്കിൽ കറന്റ് ഉള്ള ആ ഒരു കോള് പോസ് ആവും, വരുന്ന കോള് നമുക്ക് എടുക്കാനും സാധിക്കും. റൈറ്റിൽ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു കോൾ കട്ട് ചെയ്തിട്ട് നമുക്ക് പ്രീവിയസ് നമ്മൾ ആദ്യം ആരാണോ വിളിച്ചിരുന്നത് അവരിലേക്ക് കോൾ വീണ്ടും ആ ഒരു ഹോൾഡ് മാറി അൺഹോൾഡിലേക്ക് മാറുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു ഡബിൾ ടാപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി വലതുവശത്ത് ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും, ഇടതുവശത്ത് ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കൊക്കെ പോകുന്നതാണ്. കൂടാതെ നമ്മുടെ ഈ ഒരു ഇയർബഡിലെ കേസിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഇയർബഡുകൾ റീസെറ്റ് ആകുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ഇയർബഡുകളുടെ കേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി. നമ്മൾ ഏത് ഡിവൈസിലാണോ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി ഇത് പെയർ ആവും എന്നുള്ളതാണ്. നമുക്ക് അതായത് ഈ ഒരു ഇയർബഡുകൾ കേസിൽ നിന്നും ഊരിയെടുക്കേണ്ട ആവശ്യമില്ല. ഇത് പെയർ ആകാനായിട്ട് ജസ്റ്റ് ആ ഒരു കേസിന്റെ കവർ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കിയാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഓൾമോസ്റ്റ് നമ്മൾ ഈ ഒരു സ്പെക് വൈസ് ആയാലും മറ്റുള്ള കൺട്രോൾസിനെ കുറിച്ച് ഒക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനി മൈക്ക് ക്വാളിറ്റി അതുപോലെ തന്നെ മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റെഡ്മി ഇയർബഡ്സ് 3 പ്രോയിൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഇൻഡോറിൽ അത്യാവശ്യം സൗണ്ടോട് കൂടിയിട്ട് ഫാൻ കറങ്ങുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളൊരു മൈക്ക് ക്വാളിറ്റി ആണ് നിങ്ങൾക്ക് ആ ഒരു മെയിൻ ഇമ്പോർട്ടൻസ് എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇത് വാങ്ങിക്കണമോ വേണ്ടയോ എന്നുള്ളത്. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റിന്റെ ലോ ലേറ്റൻസി പ്ലസ് ആ ഒരു ഇൻഡോറിനകത്ത് ഔട്ട്ഡോറിനകത്തുള്ള ഒരു മൈക്ക് ക്വാളിറ്റി ഒക്കെ വെച്ചിട്ട് മറ്റൊരു വീഡിയോ ഉണ്ടാകും. അതുകൂടി കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും 2999 രൂപ കൊടുത്ത് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കണമോ വേണ്ടയോ എന്നുള്ളൊരു ഡിസിഷൻ കുറച്ചുകൂടി ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കുന്നുള്ളതാണ്. പറ്റുമെങ്കിൽ നാളെ തന്നെ ഈ ഒരു പ്രോഡക്റ്റിന്റെ ലോ ലേറ്റൻസി ടെസ്റ്റ് ഇടാന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ ആ ഒരു ഡിസോ ഗോപോർട്സ് നിയോ വരുവാണെങ്കിൽ അതിന്റെ അൺബോക്സിംഗ് ആയിരിക്കും നാളെ. അതല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഇനി മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ വോക്കൽസ് കേൾക്കാനായിട്ട് പെർഫെക്റ്റ് വൺ എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. നല്ല മെലോഡിയസ് ആയിട്ടുള്ള സോങ്സ് നല്ല ക്രിസ്റ്റൽ ക്ലിയറോട് കൂടി കേൾക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരു 100% ഇട്ടിട്ടും ആ ഒരു ഡിസ്റ്റോർഷൻ ഉണ്ടായിട്ടില്ല. പക്ക
പക്ക ഒരു നല്ല ക്വാളിറ്റിയോട് കൂടി കേൾക്കുന്നുണ്ട് കേട്ടോ, അത് വേറെ ഒരു സംശയവുമില്ല. എന്നാൽ 3 പ്രാവശ്യം എനിക്ക് ചെറിയൊരു സ്റ്റക്ക് എവിടെയൊക്കെ ഒരു ഫീൽ എനിക്ക് തോന്നി. അത് ഈ ഒരു ക്വാൾകോം ആപ്റ്റെക്സ് അഡാപ്റ്റീവ് ഓഡിയോ കോഡക്കിൻ്റെ പ്രശ്നമാണോ അതല്ല എന്തായിരുന്നു എന്ന് എനിക്കറിയത്തില്ല, ഒരു 3 പ്രാവശ്യം. എന്നാൽ അടുത്ത ആ ഒരു ലോ ലേറ്റൻസിൽ ഞാൻ കുറച്ചുകൂടി ഇത് കേട്ടതിന് ശേഷം ഞാൻ പറയാം അത് എന്താണ് സംഭവം എന്നുള്ളത്. പക്ഷേ ഞാൻ വീണ്ടും പറയുകയാണ്, ആ ഒരു 3 പ്രാവശ്യം എവിടെയൊക്കെ ചെറിയൊരു ജസ്റ്റ് ഒരു സ്റ്റക്ക് ഒന്ന് അപ്പോഴത്തേക്ക് അങ്ങ് ശരിയായി എന്നുള്ളതാണ്. നമ്മളൊരു 100% വോളിയത്തിൽ പാട്ട് കേട്ടാലും വേറെ ഒരു കുഴപ്പമില്ല, വല്ല പെർഫെക്റ്റ് ആയിട്ട് കേൾക്കാൻ സാധിക്കുന്നുള്ളതാണ്. അതേപോലെ തന്നെ ആ ഒരു ഗെയിം കളിക്കുമ്പോഴൊക്കെ നമ്മൾ 100% ഇട്ട് കളിച്ചാലും വേറെ കുഴപ്പമൊന്നുമില്ല. ബേസ് ഭയങ്കര ഡോമിനേറ്റഡ് അല്ല എങ്കിൽ പോലും ആ ഒരു ബേസും ആവശ്യത്തിനൊക്കെ ഉണ്ട്. എന്തായാലും ആ ഒരു വോക്കൽ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇംപ്രസ്ഡ് ആയെന്നുള്ളതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കേട്ട് നോക്കിയത് അങ്ങനെ ആ ഒരു വോക്കൽ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സോങ്സ് തന്നെയാണ്. ഭയങ്കര ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള പാട്ടുകൾ ഞാൻ കേട്ട് നോക്കി, അതും വേറെ കുഴപ്പമൊന്നുമില്ല, പെർഫെക്റ്റ് തന്നെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു റെഡ്മി ഇയർബഡ്സ് 3 പ്രോയിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ കണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത് അത് നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അത് എനിക്കും നമ്മുടെ കൂട്ടുകാർക്കും ഉപയോഗപ്രദമാകുമെന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.